നമ്മുടെ ഗോഡ് ബാല ഇൻസിഡന്റ് നടക്കുന്ന സമയത്ത് സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എന്റെ ചാനൽ ആദ്യമായിട്ടാണെന്ന് സുഹൃത്തുക്കളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ആനിമി ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളിലേക്ക് എന്റെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിൽ ഞാൻ 10 പേരെയാണ് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മളെ ഗോഡ് ബാല ഇൻസിഡന്റ് നടക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ റോക്സ് ബയേഴ്സ് തന്നെ കുറെ മെമ്പേഴ്സ് ഉള്ളതുകൊണ്ട് എനിക്ക് എല്ലാവരും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ 10 പേരെയാണ് കൊടുക്കുന്നത്. 10ാം സ്ഥാനം ഞാൻ കെയ്തോക്കാണ് കൊടുക്കുന്നത്. കെയ്തോക്ക് ഞാൻ 10ാം സ്ഥാനം കൊടുക്കാനുള്ള കാരണം ആ സമയത്ത് നമ്മുടെ കെയ്തോയുടെ കയ്യിൽ ഡെവിൽ ഫ്രൂട്ട് ഉണ്ടായിരുന്നില്ല. നമ്മുടെ ബിഗ് മോം ആയിരുന്നു ഗോഡ് ബാല നടക്കുന്ന സമയത്ത്, ഗോഡ് ബാല ഇൻസിഡന്റ് നടക്കുന്ന സമയത്ത് നമ്മുടെ കെയ്തോക്ക് ഡെവിൽ ഫ്രൂട്ട് കൈമാറുന്നത്. അതുകൊണ്ട് ഞാൻ 10ാം സ്ഥാനമാണ് നമ്മുടെ കെയ്തോക്ക് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 9ാം സ്ഥാനം ഞാൻ ബിഗ് മോമിനാണ് കൊടുക്കുന്നത്. നമുക്കറിയാം നമ്മുടെ ബിഗ് മോം ചെറുപ്പം മുതലേ മോൺസ്റ്റർ ലെവൽ സ്ട്രെങ്ത് ഉള്ള ഒരു ക്യാരക്ടറാണ്. അതുകൊണ്ട് ഞാൻ ബിഗ് മോമിനെയാണ് ഞാൻ 9ാം സ്ഥാനം കൊടുക്കുന്നത്. 8ാം സ്ഥാനം ഞാൻ സ്കോപ്പർ കബാനാണ് കൊടുക്കുന്നത്. സ്കോപ്പർ കബാൻ നമ്മുടെ റോജറിന്റെ ലെഫ്റ്റ് ഹാൻഡ് മാൻ ആണ്. അതുപോലെ തന്നെ ഈസ് എ വെരി സ്ട്രോങ്ങർ. അതുകൊണ്ട് 8ാം സ്ഥാനം ഞാൻ സ്കോപ്പർ കബാന കൊടുക്കുന്നുണ്ട്. 7ാം സ്ഥാനം ഞാൻ ഷിക്കിക്കാണ് കൊടുക്കുന്നത്. അതായത് ഷിക്കി ദ ഗോൾഡൻ ലയൺ എന്നാണ് നമ്മുടെ ഷിക്കി അറിയപ്പെടുന്നത്. ലെജൻഡറി സ്പോർട്സ്മാനും കൂടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ റോക്സ് പൈററ്റ്സിലുള്ള ഒരു കോർ മെമ്പറും കൂടിയാണ്. അതുകൊണ്ട് ഞാൻ 7ാം സ്ഥാനം ഷിക്കി കൊടുക്കുന്നുണ്ട്. 6ാം സ്ഥാനം ഞാൻ സിൽവർ റെയിലിക്കാണ് കൊടുക്കുന്നത്. റെയിലിയെ പറ്റി പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. റെയിലി സ്ട്രോങ്ങർ ആയിരിക്കുമുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞാൻ 6ാം സ്ഥാനം സിൽവർ റെയിലിക്കും കൊടുക്കുന്നുണ്ട്. 5ാം സ്ഥാനം ഞാൻ ഫിഗർലാൻഡ് ഗാർലിങ്ങിനാണ് കൊടുക്കുന്നത്. ഗോഡ് ബാലിലെ ഒരു റോയൽ ഫാമിലി ലീഡറാണ് നമ്മുടെ ഗാർലിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹോളി നൈറ്റ്സിലെ കമാൻഡറും കൂടിയാണ് ഗാർലിംഗ്. അതുകൊണ്ട് 5ാം സ്ഥാനം ഞാൻ ഫിഗർലാൻഡ് ഗാർലിങ്ങിന് കൊടുക്കുന്നുണ്ട്. 4ാം സ്ഥാനം നമ്മുടെ വൈറ്റ് ബിയർഡിനാണ് കൊടുക്കുന്നത്. ഓൾറെഡി വേൾഡ് സ്ട്രോങ്സ്റ്റ് മാൻ ആണ് നമ്മുടെ വൈറ്റ് ബിയർഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ 4ാം സ്ഥാനം വൈറ്റ് ബിയർഡിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3ാം സ്ഥാനം ഞാൻ മങ്കിടി ഗാർപ്പിനാണ് കൊടുക്കുന്നത്. മങ്കിടി ഗാർപ്പിന്റെ 3ാം സ്ഥാനം കൊടുക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഈസ് എ വാൾക്കിംഗ് ബസ്റ്റർ കോൾ ബ്രോ. പറയാനുള്ള കാര്യം നമ്മുടെ ഹച്ചിനോസയിൽ വെച്ചിട്ട് നമ്മുടെ കൂസാനും അതുപോലെ തന്നെ കാർപ്പും തമ്മിൽ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ടായിരുന്നു. അതിൽ നമ്മൾ കണ്ടതാണ് എത്രമാത്രം പവർഫുൾ ആയ ഒരു ഫൈറ്റ് ആയിരുന്നു ഉള്ളത്. അതുപോലെ തന്നെ ഓൾറെഡി ഇത്രമാത്രം പവർഫുൾ ആണെങ്കിൽ നമ്മുടെ പ്രൈമിൽ എത്രമാത്രം പവർഫുൾ ആയ ഒരു ക്യാരക്ടറായിരുന്നു നമ്മുടെ ഗാർപ്പ് എന്നുള്ളത് ചിന്തിച്ച് നോക്കാനേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഗാർപ്പിന് 3ാം സ്ഥാനമാണ് കൊടുക്കുന്നത്. 2ാം സ്ഥാനം നമ്മൾ ഗോൾഡി റോജറിനാണ് കൊടുക്കുന്നത്. ഗോൾഡി റോജർ നമ്മളെ ഹാക്കി മാസ്റ്റർ ചെയ്ത ഒരു പവർഫുൾ ക്യാരക്ടറാണ്. അതുപോലെ തന്നെ പവർഫുൾ സ്പോർട്സ്മാനും കൂടിയാണ് നമ്മുടെ റോജർ. അതുപോലെ തന്നെ നമ്മുടെ റോക്സ്റ്റി സെബേക്കിനെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ മങ്കിടി ഗാർപ്പിനെ ഒന്നിച്ച് ഫൈറ്റ് ചെയ്തൊരു ക്യാരക്ടറും കൂടിയാണ് നമ്മുടെ റോജർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ റോജറിന് 2ാം സ്ഥാനമാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1ാം സ്ഥാനം ഞാൻ കൊടുത്തിരിക്കുന്നത് റോക്സ്റ്റി സെബേക്കിനാണ്. സെബേക്കിന് ഞാൻ 1ാം സ്ഥാനം കൊടുക്കാനുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ മങ്കിടി ഗാർപ്പും അതുപോലെ തന്നെ റോജറും ചേർന്നിട്ടായിരുന്നു നമ്മുടെ സെബേക്കിനെ ഡിഫീറ്റ് ആക്കിയെന്നുള്ള കാര്യം. ഈ 2 മോൺസ്റ്റേഴ്സ് ചേർന്നിട്ട് ഒരു ക്യാരക്ടറിനെ ഡിഫീറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ക്യാരക്ടർ എത്രമാത്രം പവർഫുൾ ആണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാനേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ റോക്സ്റ്റി സെബേക്കിന് ഞാൻ 1ാം സ്ഥാനമാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ഗാർപ്പും റോജറും ചേർന്നിട്ട് മാത്രമാണ് നമ്മുടെ സെബേക്കിനെ ഡിഫീറ്റ് ആക്കിയെന്നുള്ള കാര്യം. ഇതിലെന്തോ ഒരു ഡിബേറ്റ് നടന്നതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പൊ എന്റെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആനിമി ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ബൈ.